എൻ്റെ പൊന്നടാവി ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി കേട്ടോ. നോക്കി, ആരൊക്കെയാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും പ്രേക്ഷകർക്കല്ലേ, ഞാൻ പേര് പറയുള്ള നേരെ. ഈ രണ്ട് വ്യക്തികളെ അറിയാലോ അല്ലേ? ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അലിൻ ജോസ് പെരേര. കയറ്റി കാണിച്ച മോനെ കറക്റ്റാക്ക്. ഒന്നാമരിക്കണം അലിൻ ജോസ് പെരേര, രണ്ടാമരിക്കണം മാന്യ വ്യക്തിയെ നമുക്കറിയാമായിരിക്കും. അപ്പോൾ ഈ മാന്യ വ്യക്തിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമേ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്, നിന്നിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ പറയുകയാണ് ഞാൻ കോമാളി അല്ല, കോമാളികളുടെ കൂടെ ഞാൻ നിൽക്കില്ല, എനിക്കിനി സിനിമയാണ് ലക്ഷ്യം, ഇനി ഒരിക്കലും അലിൻ ജോസ് പെരേരയോടൊപ്പം ഞാനൊരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു നന്നായല്ലോ, പുള്ളി നന്നായല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മലയാള സിനിമയിലേക്ക് ഒരു മഹാനടനെ പ്രതീക്ഷിക്കാമെന്ന് ഓർത്ത് ഞാൻ ഓർത്തു. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഫോട്ടോ, മാഹിൻ മൂവാറ്റയുടെ ഫോട്ടോ, അലിൻ ജോസ് പെരേരയുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ മൂന്നും കോമാളി, ഈ പറയുന്ന സാറ് കോമാളിയല്ല. അപ്പോൾ ഞാൻ ചിരിച്ചു. പുള്ളിയൊരു സംഭവം പറഞ്ഞു, ഏതൊരു സിനിമ സംവിധായകൻ പുള്ളീനെ സെറ്റിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന്. അതായത് പുള്ളി വന്നപ്പോൾ ആൾക്കാർ കൂടിയിട്ട് ഫോട്ടോ എടുത്തു എന്ന്. അപ്പോൾ തന്നെ സംവിധായകൻ പറഞ്ഞു അവനെ കട്ട് ചെയ്തേരെ, സിനിമയിൽ അവനുണ്ടെങ്കിൽ റീച്ച് മൊത്തം അവന് പോകുമെന്ന് പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ഇട്ടാണ് കണ്ടു. ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞുകൊണ്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ഈ കോമാളികളുടെ കൂടെ നിന്നിട്ടല്ലേ നിനക്ക് ഫെയിം കിട്ടിയത്? ഈ കോമാളികളുടെ കൂടെ നിന്നുകൊണ്ടല്ലേ നിനക്ക് ഫെയിം കിട്ടിയതും? ഈ ഡയറക്ടർ വന്നപ്പോൾ തന്നെ നിന്നോട് പറഞ്ഞതും, അതായത് ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ പുള്ളിക്കും കുന്നായ്മ തോന്നി. എന്തുകൊണ്ടാണ്? ഈ കോമാളികളുടെ കൂടെ നിന്ന് നീ വൈറലായി മാറിയോണ്ടാണല്ലോ ആ ഡയറക്ടർ തന്നെ നിന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ വന്ന വഴി നമ്മൾ മറക്കരുത്. വന്ന വഴി മറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിലെത്താൻ ഒരാൾ കാരണമാണ്. അഭിലാഷ് ആട്ടായം എന്ന് പറഞ്ഞ ഒരാളാണേ. നോമും അലിൻ ജോസ് പെരേരങ്ങളും കൂടി ഒരു ജംഗ്ഷനിൽ നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടി അങ്ങ് വന്ന് നിന്നു. എന്നിട്ട് എന്താണ് പ്രശ്നം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഞങ്ങളുടെ അതോടൊപ്പം കൂടി അന്ന് അലിൻ ജോസ് പെരേരയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ എന്നെ വൈറ്റില ഹബ്ബിലും കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ മാന്യത വെച്ച് നാളെ തൊട്ട് വനിതയിൽ വന്നു പറഞ്ഞു. അങ്ങനെ വന്നാണ് സുഹൃത്ത് ഞങ്ങളുടെ കൂടെ കൂടിയത്. പിന്നെ വേറെ കുറച്ച് ആളുകളുടെ കൂടെ കൂടിയിട്ട് കുറേ വീഡിയോസ് ഇവിടെ കണ്ടു. അലിൻ ജോസ് പെരേരയുടെ കൂടെ ഞാനില്ല, കോമാളിത്തരം കാണിക്കുന്നു, അലിൻ ജോസ് കോമാളി ആണ്, അലിൻ ജോസ് കോമാളിയാണ്, അലിൻ ജോസ് കോമാളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അലിൻ ജോസ് കോമാളി ആയ ആളുടെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ഇന്ന് ഈ ഫോട്ടോ ഇട്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നുള്ളതും എനിക്ക് മനസ്സിലാവുള്ള. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാക്കി പറയാൻ ആഗ്രഹിക്കുകയുള്ളൂ, എനിക്ക് ചിരി വരിക. അപ്പം അലിൻ ജോസ് പെരേര കോമാളിയാണെന്നും പിന്നെ അതുപോലെ നിന്നെ അവൻ തെറി വിളിച്ചെന്നും നീ അവനെ തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടായിരുന്നു. എന്തായാലും ഓക്കെ, എന്തായാലും നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഒരു മയിലും ആവില്ല. കാരണം എല്ലാവരും കോമാളികൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ടൊരു മയിലും ആവില്ല. അപ്പോൾ ഈ മലയാള സിനിമ പിടിച്ചെടുക്കാനും പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോമാളിയായുടെ ജീവിതം കോമാളിയായിട്ട് തന്നെ തീരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നാളെ മറ്റേ വലിയൊരു നടനാവും എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ കുറേ കണ്ടൻറ്റൊക്കെ ജീവിച്ചങ്ങ് മുന്നോട്ട് പോകും, അതാണ് നല്ലത്.